ഓണത്തിന് കുടുംബസമേതം സിനിമ കാണാൻ പോകുന്നത് മലയാളികൾക്ക് ആ ആഘോഷത്തിന്റെ ഭാഗമാണ്. ഈ ഓണത്തിനും ആഘോഷങ്ങൾക്ക് നിറം പകരാൻ മലയാള സിനിമകൾ എത്തുന്നുണ്ട്. 2 സൂപ്പർ താരങ്ങളുടെ ക്ലാഷ് റിലീസ് ഇക്കുറി എത്തുന്നുണ്ട്. പൃഥ്വിരാജിന്റെ ഖലീഫയും നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റും. ദുൽഖർ സൽമാനും അയാം ഗെയിമുമായി ആദ്യം ഈ ക്ലാഷിന്റെ ഭാഗമായിരുന്നു. എന്നാൽ പിന്നീട് അയാം ഗെയിമിന്റെ റിലീസ് നീട്ടി സെപ്റ്റംബർ 3-നാക്കിയതോടെ അതങ്ങൊഴിവായി. ദുൽഖറിന്റെ പിന്മാറ്റം കളമൊരുക്കിയിരിക്കുന്നത് പൃഥ്വിരാജ് നിവിൻ പോളി ഫേസ് ടു ഫേസ് ക്ലാഷിനാണ്. വൈശാഖിന്റെ സംവിധാനത്തിലെത്തുന്ന പൃഥ്വിരാജിന്റെ ഖലീഫ ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ്. ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആകട്ടെ റൊമാന്റിക് കോമഡി ഇനത്തിൽപ്പെട്ട സിനിമയും. 2 സിനിമകൾക്കും പ്രത്യേക പ്രേക്ഷകർ തന്നെയായിരിക്കുമെന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതാദ്യമായല്ല പൃഥ്വിരാജ് നിവിൻ പോളി ക്ലാഷ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ബോക്സ് ഓഫീസിലെ പൃഥ്വിരാജ് നിവിൻ പോളി പോരിനു പിന്നിൽ ഒരു ചരിത്രം തന്നെയുണ്ട്. പക്ഷേ അത് പൃഥ്വിരാജിന് അനുകൂലമായിരുന്നില്ല ഇക്കാലമത്രയും. ഇതിനു മുന്നേ 3 തവണ ഇരുവരും ക്ലാഷ് വന്നപ്പോൾ നിവിൻ ചിത്രങ്ങളായിരുന്നു മുന്നിട്ട് നിന്നത്. പൃഥ്വിരാജും നിവിൻ പോളിയും ആദ്യം മുഖാമുഖം വരുന്നത് 2014-ലാണ്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന സിനിമയുമായി പൃഥ്വി എത്തിയപ്പോൾ 1983 എന്ന ഹിറ്റ് ചിത്രമൊരുക്കിയാണ് നിവിൻ അന്നെത്തിയത്. 1983 അക്കൊല്ലത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാവുക മാത്രമല്ല, പിന്നാലെ നിവിനെ തേടി മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര നേട്ടവുമെത്തി. പിന്നീട് 2017-ൽ പൃഥ്വിയുടെ ആദം ജോണും നിവിന്റെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയും ഒരേ സമയമെത്തി. അവിടെയും നിവിൻ ചിത്രം തന്നെ ഹിറ്റടിച്ചു. 3-ാം തവണ നിവിനും പൃഥ്വിയും ഏറ്റുമുട്ടുന്നത് 2019-ലാണ്. ആ വർഷം സെപ്റ്റംബറിൽ ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമയുമായി നിവിൻ എത്തിയപ്പോൾ കലാഭവൻ ഷാജോൺ ആദ്യമായി സംവിധാനം ചെയ്ത ബ്രദേഴ്സ് ഡേയുമായി പൃഥ്വിയുമെത്തി. 3-ാം തവണയും ബോക്സ് ഓഫീസ് പിന്തുണച്ചത് നിവിനെ തന്നെയായിരുന്നു. എന്നാൽ ആ വിജയത്തിനു ശേഷം പിന്നീടൊരു ബോക്സ് ഓഫീസ് ഹിറ്റിനായി നിവിൻ കാത്തിരിക്കേണ്ടി വന്നത് 6 വർഷമാണെന്നത് മറ്റൊരു ചരിത്രം. 2025-ൽ പുറത്തിറങ്ങിയ സർവ്വമായയാണ് പിന്നീട് നിവിന് ബോക്സ് ഓഫീസ് വിജയം സമ്മാനിച്ച ചിത്രം. 7 വർഷങ്ങൾക്കിപ്പുറം പൃഥ്വിയും നിവിനും ഈ ആഘോഷവേളയിൽ വീണ്ടും ക്ലാഷിനെത്തുകയാണ്. ഇത്തവണ പൃഥ്വി നിവിനെ ഓവർടേക്ക് ചെയ്ത് ആ പഴയ ക്ഷീണം അങ്ങ് തീർക്കുമോ, അതോ ക്ലാഷിൽ പൃഥ്വിക്ക് മേലുള്ള ആധിപത്യം തുടരാൻ നിവിൻ പോളിക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം. ഓഗസ്റ്റ് 20-ന് ഖലീഫയും ഓഗസ്റ്റ് 21-ന് ബെത്ലഹേം കുടുംബ യൂണിറ്റും റിലീസിനെത്തുന്നു. ഇതിൽ ആര് വാഴും ആര് വീഴും എന്നതൊക്കെ നമുക്ക് വിടാം. മത്സരമൊന്നും അല്ലല്ലോ, 2 സിനിമകളും ഹിറ്റാകണം. കൂടുതൽ കളക്ഷൻ ആര് നേടുമെന്ന് മാത്രം നമുക്ക് നോക്കാം. ഏതായാലും പ്രേക്ഷകർക്ക് ഇത് ഓണാഘോഷങ്ങളുടെ സമയമാണ്. അതിനോടൊപ്പം സിനിമ ആഘോഷങ്ങളും അതിന്റെ ഭാഗമാകുന്നുണ്ട്. അല്ലെങ്കിലും മലയാളികൾക്ക് സിനിമ ഇല്ലാതെ എന്താഘോഷം അല്ലേ?